ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. വോയിസ് ഓഫ് പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിനും തൃപ്പൂണിത്തുറ MLA ദീപക് ജോയിക്കും പള്ളുരുത്തി പൗരാവലി സ്വീകരണം നൽകി. വോയിസ് ഓഫ് പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി MLA മുഹമ്മദ് ഷിയാസിനും തൃപ്പൂണിത്തുറ MLA ദീപക് ജോയിക്കും പള്ളുരുത്തി പൗരാവലി വമ്പിച്ച സ്വീകരണം നൽകി. പള്ളുരുത്തിയിലെ വിവിധ സംഘടനകളും പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് പള്ളുരുത്തിയുടെ പ്രസിഡന്റ് AJ ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതുപോലെ തന്നെ ദീപക് ജോയും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഉയർന്നു വന്ന ഒരു നേതാവാണ് ദീപക് ജോയ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഡെപ്യൂട്ടി മേയറായി, കൊച്ചി നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന ഒരു വ്യക്തിത്വമാണ്. വലിയൊരു വിജയമാണ് ഈ രണ്ടുപേരുടെയും വിജയം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി AJ സന്തോഷ് സ്വാഗതം പറഞ്ഞു. ഒട്ടും മോശമല്ലാത്തവരാണ് അവർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിവുള്ള രണ്ട് MLA-മാരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ MLA-മാർക്കാണ് നമ്മളിവിടെ സ്വീകരണം നൽകുന്നത്. ആ സ്വീകരണം നൽകുവാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഹൈബീഡൻ NP യോഗം ഉദ്ഘാടനം ചെയ്തു. ആളുകളെ എല്ലാം ആദരിക്കുന്ന ഈ സംഘടനയുടെ ഒരുപാട് പരിപാടികളിൽ വരാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സംഘടന ഈ നടന്ന നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചു. എറണാകുളം ജില്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ മാതൃകയാണ്. 14 ഡോക്ടർ TS ജോയ്, തമ്പി സുബ്രഹ്മണ്യം, NR ശ്രീകുമാർ, ബേസിൽ മൈലന്തറ, NP മുരളീധരൻ, P രാജേഷ്, ഗീത പ്രഭാകരൻ, ഷൈൻ കൂട്ടുങ്കൽ, PS മുകുന്ദൻ, അഡ്വക്കേറ്റ് PS സജീവ്, TP സുധൻ, VF ഏണസ് തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് ഷിയാസ് MLA, ദീപക് ജോയ് MLA തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 MLA-മാർ വിജയിച്ചത്. നമ്മുടെ ജില്ലയിൽ നിന്ന് 14 MLA-മാരെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായത് നമ്മൾ ഓരോരുത്തരുടെയും, നമ്മൾ ഏവരുടെയും കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. അത് 1-2 ദിവസത്തെ കഠിനാധ്വാനമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ, പ്രത്യേകിച്ചും അസസ്യമനുഷ്യമായിട്ടുള്ള സർക്കാരിന്റെ ദുർഭരണത്തിൽ, ഏകാധിപത്യവും ദാർഢ്യവും നിറഞ്ഞ നടപടികളിൽ അതിന്റെ ഇരകളാക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആ നമ്മളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ വീടുകളിൽ എത്തിക്കാൻ സാധിച്ചതും അത് വോട്ടർമാർ വന്ന് നമുക്ക് അനുകൂലമായി വോട്ടായി മാറിയതും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വിജയമാണ് സമ്മാനിച്ചത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം വലിയ ഉത്തരവാദിത്തമാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്. തീർച്ചയായും UDF-ന് 102 സീറ്റുകളുമായി അധികാരത്തിലേക്ക് വരാൻ PD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ഘട്ടം മാത്രമാണ്. അതിന്റെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വിജയത്തിന് ശേഷം ഉള്ള പ്രവർത്തനമാണ്. അതിൽ എത്തരത്തിൽ നമ്മളെ ജയിപ്പിച്ച നിങ്ങളോട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരോട് നീതി പുലർത്താൻ സാധിക്കും. അത്രത്തോളം നീതി പുലർത്താൻ വിശ്വസിക്കുന്ന ആളുകൾ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.